നമ്മൾ ജനറലി കേൾക്കുന്ന ഒരു കോട്ടുണ്ട്. നമ്മൾ വി മസ്റ്റ് ലേൺ ടു ഡ്രീം ബിഗ്. നമ്മൾ വലിയ വലിയ സ്വപ്നങ്ങൾ കാണണം, വലിയ വലിയ ആഗ്രഹങ്ങൾ നേടാൻ ശ്രമിക്കണം. അത്തരം കോട്സ് കുറെ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇത്തരം കോട്സിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ക്ലാരിറ്റി ഇല്ല. ഈ ഈ ഇത്തരം കോട്സിന് ക്ലാരിറ്റി കൊണ്ടുവന്ന ഒരേ ഒരു ബുക്കാണ് ആറ്റോമിക് ഹാബിറ്റ്സ്. ആറ്റോമിക് ഹാബിറ്റ്സ് പറയണത് നിങ്ങൾ നിങ്ങളുടെ ഡ്രീംസിനെ ഉയരത്തിലേക്ക് എത്തിക്കില്ല, പകരം നിങ്ങളുടെ സിസ്റ്റത്തിന്റെ ലെവലിലേക്ക് താഴ്ത്തേ ഉള്ളൂ. സോ ഇപ്പോൾ നിങ്ങൾക്ക് വലിയ ഡ്രീം ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഡ്രീമിന് വേണ്ട രീതിയിലുള്ള സിസ്റ്റം പ്രോപ്പർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ലെവലിലേക്ക് താഴുള്ളൂ. ഇവൻച്വലി നിങ്ങൾക്ക് ആ ഡ്രീം സഫലീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇതാണ് ആറ്റോമിക് ഹാബിറ്റ്സിന്റെ മെയിൻ ആയിട്ടുള്ളൊരു ഐഡിയോളജി. പിന്നെ ഇതിൽ പറയുന്ന മെയിൻ കൺസെപ്റ്റ്സ് ഞാൻ ഓടിച്ച് പറയാം. ഫസ്റ്റ് വൺ ഈസ് ദ പവർ ഓഫ് 1% ഇംപ്രൂവ്മെന്റ്. പവർ ഓഫ് 1% ഇംപ്രൂവ്മെന്റ് എന്ന് വെച്ചാൽ നമ്മൾക്കിപ്പോൾ ഡെയിലി കുറച്ച് ഹാബിറ്റ്സ് അല്ലെങ്കിൽ ഡെയിലി നമ്മൾ സൃഷ്ടിച്ച കുറച്ച് ടു ഡു ലിസ്റ്റോ അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഉണ്ടാവും. ആ സിസ്റ്റത്തിൽ, ആ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സിസ്റ്റത്തിൽ നമ്മൾ ഒരു 1% എക്സ്ട്രാ ആയിട്ട് അല്ലെങ്കിൽ ചലഞ്ചിങ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ, മേ ബി നമ്മൾ ഒരു അരമണിക്കൂർ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഒരു 31 മിനിറ്റ് പഠിക്കുക, അത് അതിൻ്റെ അടുത്ത ദിവസം 32 മിനിറ്റ് പഠിക്കുക. അങ്ങനെ നമ്മൾ കോമ്പൗണ്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വലിയ തോതിൽ റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ് ആറ്റോമിക് ഹാബിറ്റ്സ് പറയുന്നത്. അതിപ്പോൾ നല്ല ഹാബിറ്റും ആവാം, ചീത്ത ഹാബിറ്റും ആവാം. നല്ല ഹാബിറ്റ് നമുക്ക് കുറച്ച് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് നല്ല നിലയിലെത്താം. ചീത്ത ഹാബിറ്റ്സ് ആണ് നമ്മളിപ്പോൾ പയ്യെ കൂട്ടി വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ലെവലിലേക്ക് താന്നു പോകും. സോ അത് ശ്രദ്ധിക്കാം. ഇതാണ് പവർ ഓഫ് 1% ഇമ്പ്രൂവ്മെന്റ് എന്നുള്ളത്. കാരണം നമ്മുടെ ചുറ്റുപാടും അത് കാര്യമായിട്ട് നോട്ടീസ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ഇവൻച്വലി അത് കോമ്പൗണ്ട് ചെയ്യും. അതാണ് പവർ ഓഫ് 1% ഇമ്പ്രൂവ്മെന്റ്. സെക്കൻഡ് വൺ ഐഡന്റിറ്റി ബേസ്ഡ് ഹാബിറ്റ് ആണ്. ഐഡന്റിറ്റി ബേസ്ഡ് ഹാബിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് പൊതുവെ ഒരു ഔട്ട്കം നേടാനായിട്ട് നമ്മൾ ഒരു പ്ലാൻ സൃഷ്ടിക്കും. ബട്ട് ആ പ്ലാൻ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം എനിക്കൊരു അത്ലറ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഞാനൊരു പ്ലാൻ സൃഷ്ടിക്കും. പക്ഷെ ആ പ്ലാൻ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. ഐ ഹാവ് ടു ബിലീവ് ദാറ്റ് ഐ എം എൻ ഗുഡ് അത്ലറ്റ്. ആ ഒരു ഐഡന്റിറ്റി സൃഷ്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്ലാനിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഒരു ആത്മാർത്ഥത, അല്ലെങ്കിൽ അവിടെ കൊടുക്കുന്ന ഒരു സിൻസിയറിറ്റി ഉണ്ട്. അത് ഐഡന്റിറ്റി എന്ന് പറയണത്. അപ്പം ഐഡന്റിറ്റി സൃഷ്ടിക്കാണ്ട് നമ്മൾ ചുമ്മാ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അവിടെ ഒരു ഫ്രിക്ഷൻ വരും. ലൈക്ക് സിസ്റ്റം വിത്തൗട്ട് ആൻ ഐഡന്റിറ്റി സംതിങ് ലൈക്ക് എ ഫെയിലിയർ. അതുപോലെയാണ്. അപ്പോൾ നമ്മൾ എന്ത് പ്ലാൻ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തിങ് ഐഡന്റിറ്റി സൃഷ്ടിക്കുക. വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് നല്ലൊരു ക്ലാസ്സിൽ ടോപ്പർ ആവണം, അല്ലെങ്കിൽ നല്ലൊരു മാർക്സ് മേടിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ് വളർത്തണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വി ഹാവ് ടു ബിലീവ് ദാറ്റ് നമ്മളൊരു ടോപ്പറാണ്, അല്ലെങ്കിൽ നമ്മളൊരു നല്ലൊരു ബിസിനസ് മാൻ ആണെന്ന് വിശ്വസിക്കണം. അതാണ് ഐഡന്റിറ്റി സൃഷ്ടിക്കുക എന്ന് പറയുക. ഐഡന്റിറ്റി ബേസ്ഡ് ഹാബിറ്റ് അതിനെ പറ്റിയാണ് പറയണത്. പിന്നെ ഹാബിറ്റ് ലൂപ്പ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പോൾ എല്ലാ ഹാബിറ്റും, നല്ലതായ ഹാബിറ്റ് ആയിക്കോട്ടെ ചീത്ത ഹാബിറ്റ് ആയിക്കോട്ടെ, 4 ലൂപ്പ് ഉണ്ട്. ക്യൂ, ക്രേവിങ്, റെസ്പോൺസ്, റിവാർഡ്. ക്യൂ എന്ന് വെച്ചാൽ ഒരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ വേണ്ട ഒരു സിഗ്നലിനെയാണ് ക്യൂ എന്ന് പറയുന്നത്. അതിപ്പോൾ നമ്മളിപ്പോൾ പഠിക്കാനിരിക്കാൻ നേരത്ത് ഇപ്പോൾ നമ്മുടെ ഡെസ്ക് നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ക്യൂ ആണ്. അപ്പോൾ നല്ല ക്യൂ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതൊരു ഇതാണ്. സെക്കൻഡ് വൺ ഈസ് ക്രേവിങ്. ക്രേവിങ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു ഇപ്പം ഇതിപ്പോൾ എങ്ങനെ പറയാം, ഓക്കെ, ഇപ്പോൾ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള നോട്ട്സ് ഒക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവൻച്വലി നന്നായി പഠിക്കാൻ തോന്നും. അല്ലെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവൻച്വലി നമുക്ക് ആ ഹാബിറ്റിനോട് സ്റ്റിക്ക് ചെയ്യാനായിട്ടുള്ളൊരു ത്വര വരും. അതിനാണ് ഈ ക്രേവിങ് എന്ന് പറയുന്നത്. തേർഡ് വൺ ഈസ് ക്രേവിങ് കഴിഞ്ഞാൽ പിന്നെ റെസ്പോൺസ് ആണ്. റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഈ ക്രേവിങ്ങിനനുസരിച്ച് ആക്ട് ചെയ്യുക. ഫൈനൽ വൺ ഈസ് റിവാർഡ്. റിവാർഡ് എന്ന് വെച്ചാൽ നമ്മൾ ഇതൊക്കെ ആക്ട് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനാണ് റിവാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി 4 ഉണ്ട്: ക്യൂ, ക്രേവിങ്, റെസ്പോൺസ്, റിവാർഡ്. ഇത് നല്ല ഹാബിറ്റിനും ചീത്ത ഹാബിറ്റിനും ആപ്ലിക്കബിൾ ആണ്. നല്ല ഹാബിറ്റിന് നല്ല ക്യൂ ഉണ്ട്, ചീത്ത ഹാബിറ്റിന് ചീത്ത ക്യൂ ഉണ്ട്. സെയിം തിങ് ഗോസ് ഫോർ ഗുഡ് ഹാബിറ്റ് ആൻഡ് ബാഡ് ഹാബിറ്റ്. ക്യൂ, ക്രേവിങ്, റെസ്പോൺസ്, റിവാർഡ്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നല്ല ഹാബിറ്റിൽ കൊടുക്കണോ ചീത്ത ഹാബിറ്റിലേക്ക് അപ്ലൈ ചെയ്യണോ എന്നുള്ളത് നമ്മുടെ യുക്തി വെച്ചിട്ട് ചിന്തിക്കുക. പിന്നെ 4 ലോസ് ഓഫ് ബിഹേവിയർ ചേഞ്ച്. അപ്പം നല്ല ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തിങ് ഓബ്വിയസ്, അട്രാക്റ്റീവ്, ഈസി, സാറ്റിസ്ഫൈങ്. അപ്പോൾ ഫസ്റ്റ് തിങ് നല്ലൊരു ഹാബിറ്റ് സൃഷ്ടിക്കണമെങ്കിൽ ഓബ്വിയസ് ആക്കുക. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ക്യൂയുടെ കാര്യം പറഞ്ഞ പോലെ നമ്മുടെ ഈ സറൗണ്ടിങ്സ് ഉള്ള, ഇപ്പോൾ പഠിക്കണമെന്ന് തോന്നൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്സ്, നമ്മുടെ മേശയൊക്കെ വൃത്തിയാക്കുക, അല്ലെങ്കിൽ വർക്ക് സ്റ്റേഷനിൽ വൃത്തിയാക്കുക. ഇതിനാണ് മേക്ക് ഇറ്റ് ഓബ്വിയസ് എന്ന് പറയുന്നത്. പിന്നെ മേക്ക് ഇറ്റ് അട്രാക്റ്റീവ് എന്ന് പറഞ്ഞാൽ
ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ തന്നെ. എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ പഠിക്കുമ്പോൾ ബോറടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പെയർ ചെയ്തിട്ട് ലൈക്ക് എന്താ പറയുക കുറച്ചൊരു ബ്രേക്കൊക്കെ എടുത്ത് നമുക്ക് ആ ഒരു ഹാബിറ്റിനോട് ഇഷ്ടം തോന്നണം. അതാണ് മേക്ക് ഇറ്റ് അട്രാക്റ്റീവ് എന്ന് പറയാം. പിന്നെ മേക്ക് ഇറ്റ് ഈസി എന്ന് പറഞ്ഞാൽ ആ ഹാബിറ്റിലോട്ട് ഫോളോ ചെയ്യാനായിട്ട് ഇപ്പോൾ ബുക്ക് വല്ല അട്ടപ്പുറത്തും കൊണ്ടുപോയി വെച്ചിട്ട് നമ്മൾ പഠിക്കാനിരിക്കണം എന്ന് വിചാരിച്ചാൽ നമുക്കത് തോന്നില്ല. ബിക്കോസ് അവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ട്. ആ ഫ്രിക്ഷൻ ഒഴിവാക്കാം. ബുക്ക് നിങ്ങളുടെ മേശയിൽ വെച്ച് കഴിഞ്ഞാൽ മേശയുടെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഈസിനെസ് ഉണ്ട്. അതാണ് മേക്ക് ഇറ്റ് ഈസി. പിന്നെ ഫൈനലി മേക്ക് ഇറ്റ് സാറ്റിസ്ഫൈങ്. ലൈക്ക് പഠിത്തം കഴിഞ്ഞാൽ ഒരു വാക്കിന് പോയി അല്ലെങ്കിൽ ഒരു നല്ലൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്കൊന്ന് സംസാരിക്കുക. അതൊക്കെ സാറ്റിസ്ഫൈങ് ആക്കുക. അതൊരു റിവാർഡ് സിസ്റ്റം പോലെ ക്രിയേറ്റ് ചെയ്യാം. ക്യൂ ക്രേവിംഗ് റെസ്പോൺസ് റിവാർഡ് പോലെ തന്നെയാണ് ഓബ്വിയസ്, അട്രാക്റ്റീവ്, ഈസി, സാറ്റിസ്ഫൈങ് എന്നുള്ളൊരു ലോസ്. ഇത് നല്ല ഹാബിറ്റ്. ഇതിന് നേരെ ഓപ്പോസിറ്റാണ് ചീത്ത ഹാബിറ്റ് കളയാനുണ്ട്. എന്ന് വെച്ചാൽ മേക്ക് ഇറ്റ് ഓബ്വിയസ് എന്നുള്ളതിനെ എന്താ പറയുക, മേക്ക് ഇറ്റ് ഇൻവിസിബിൾ ആയി കഴിഞ്ഞാൽ ഒരു ചീത്ത ഹാബിറ്റ് കളയാനായിട്ടുള്ള ഫസ്റ്റ് ലോ ആയി. അതുപോലെ മേക്ക് ഇറ്റ് അട്രാക്റ്റീവിനെ നമുക്ക് മേക്ക് ഇറ്റ് അൺഅട്രാക്റ്റീവ് ആക്കാം. ഒരു ചീത്ത ഹാബിറ്റ് കളയണമെന്നുണ്ടെങ്കിൽ അതിനെ അൺഅട്രാക്റ്റീവ് ആക്കാം. ആ ഒരു ഹാബിറ്റിനെ, ഒരു ചീത്ത ഹാബിറ്റിനെ. പിന്നെ മേക്ക് ഇറ്റ് ഈസി എന്നുള്ളത് മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട് ആക്കുക. ഒരു ചീത്ത ഹാബിറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് അതിന് ആ ഒരു ഹാബിറ്റിലോട്ട് ഫോളോ ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഡിഫിക്കൽട്ട് ആക്കുക. ലാസ്റ്റിംഗ് മേക്ക് ഇറ്റ് സാറ്റിസ്ഫൈങ് എന്നുള്ളതിനെ മേക്ക് ഇറ്റ് അൺസാറ്റിസ്ഫൈങ്. ഒരു ചീത്ത ഹാബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈക്ക് ഉള്ളിൻ്റെ ഉള്ളൊരു റിഗ്രറ്റോ അല്ലെങ്കിൽ ഗിൽട്ട് ബിൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദെൻ അൺസാറ്റിസ്ഫൈങ് ആവും. ഇവൻച്വലി നമുക്ക് ആ ഹാബിറ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയായിരുന്നു? മേക്ക് ഇറ്റ് ഓബ്വിയസ്, അട്രാക്റ്റീവ്, ഈസി, സാറ്റിസ്ഫൈങ്. ഇതാണ് 4 ലോസ്. ഇത് നമുക്ക് നല്ല ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യാൻ, ചീത്ത ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ആൻഡ് നെക്സ്റ്റ് തിങ് ഈസ് പിന്നെ ഈ ബുക്കിൻ്റെ ഇടയിൽ കുറച്ച് ചെറിയ ചെറിയ ഐഡിയാസ് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഹാബിറ്റ് സ്റ്റാക്കിങ്. ഹാബിറ്റ് സ്റ്റാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് തിങ് എന്താ ചെയ്യേണ്ടത്? രാവിലെ നേരത്തെ എണീക്കണം. രാവിലെ നേരത്തെ എണീറ്റ് ഷൂ ലേസ് കെട്ടി ഓടാൻ പോകണം. ഓടിക്കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു ഹെൽത്തി ഹാബിറ്റ് സ്റ്റാക്കിങ് എന്ന് വെച്ചാൽ ഒരു കാര്യം ചെയ്താൽ മറ്റേ കാര്യം ചെയ്യും, മറ്റേ കാര്യം ചെയ്താൽ അതിൻ്റെ പിന്നാലെ ഇത് ചെയ്യും. അങ്ങനെ സ്റ്റാക്ക് ചെയ്ത് ഒരു എൻ്റയർ നല്ലൊരു സിസ്റ്റം തന്നെ ക്രിയേറ്റ് ചെയ്യും. ഇതിനെ ഹാബിറ്റ് സ്റ്റാക്കിംഗ് എന്ന് പറയുന്നത്. പിന്നെ പറയണ വേറെ കാര്യം എന്താ വെച്ചാൽ 2 മിനിറ്റ് റൂൾ. 2 മിനിറ്റ് റൂൾ എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം എന്തെങ്കിലും കാര്യങ്ങൾ ഡിഫിക്കൽട്ടായി ഫീൽ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നും ചിന്തിക്കണ്ട. 2 മിനിറ്റ് നേരത്തേക്ക് ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് ആ 2 മിനിറ്റിൽ എന്തൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ എന്തൊക്കെ നമുക്ക് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് തീർക്കാൻ മാക്സിമം നോക്കുക. പിന്നെ നമുക്ക് ആ മൊമെൻറ്റം ബിൽഡായി കിട്ടും. മൊമെൻറ്റം വൺസ് ബിൽഡായി കഴിഞ്ഞാൽ പിന്നെ ഇവൻച്വലി ആ 2 മിനിറ്റ് എന്നുള്ളത് 4 മിനിറ്റ് ആവും, 4 മിനിറ്റ് എന്നുള്ളത് 8 മിനിറ്റ് ആവും, 8 മിനിറ്റ് എന്നുള്ളത് 60 മിനിറ്റ് ആവും. അങ്ങനെ നമ്മൾ സ്റ്റാക്കപ്പ് ചെയ്ത് കുറച്ചുകൂടി പെട്ടെന്ന് നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും. ഇതിനാണ് 2 മിനിറ്റ് റൂൾ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഫസ്റ്റത്തെ ആ ഒരു മൊമെൻറ്റം ബിൽഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഈ 2 മിനിറ്റ് റൂൾ എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് വൺ ഈസ് എൻവിറോൺമെൻറ്റ് ബേസ്ഡ് മോട്ടിവേഷൻ. അത് ഞാൻ ഓൾറെഡി ആ ക്യൂവിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടും നല്ല മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള എൻവിറോൺമെൻറ്റ്. ഇപ്പോൾ നമ്മൾ ഒരു പഠിക്കുന്ന ഒരു എൻവിറോൺമെൻറ്റ്, ബുക്കൊക്കെ അവിടെ ഇവിടെ വലിച്ചു വാരിയിട്ട് അങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ തോന്നില്ല. നേരെ മറിച്ച് ബുക്കൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് നമ്മളൊന്ന് സെറ്റായിട്ടൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇവൻച്വലി നമുക്ക് പഠിക്കാനൊരു ഒരു 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 ത്വര വരും. ഇതിനാണ് എൻവിറോൺമെൻറ്റ് ബേസ്ഡ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആറ്റോമിക് ഹാബിറ്റ്സിൽ പറയണ കുറച്ച് കാര്യങ്ങൾ. ഇത് ചുമ്മാ കേട്ടിരുന്നിട്ടോ അല്ലെങ്കിൽ ചുമ്മാ ബുക്ക് വായിച്ചിട്ടോ കാര്യമില്ല. ഇത് ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രിൻസിപ്പിൾ നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദെൻ നമ്മൾ ഈ 1% റൂള് പറയണ പോലെ എന്തായിരുന്നു, 1% ഇമ്പ്രൂവ്മെൻറ്റ്, പവർ ഓഫ് 1% ഇമ്പ്രൂവ്മെൻറ്റ്. അതിൽ പറയണ പോലെ നമ്മൾ ഏതെങ്കിലും ഒരു സംഭവം നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു 1% ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് കൂട്ടാം. അപ്പോൾ അങ്ങനെ കൂട്ടി പയ്യെ നമ്മുടെ ലൈഫ് ഒന്ന് ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ ആറ്റോമിക് ഹാബിറ്റ്സ് നല്ലൊരു ബുക്കാണ്. അൺലെസ് ആൻഡ് അൺടിൽ നിങ്ങളത് ലൈഫിൽ അപ്ലൈ ചെയ്താൽ മാത്രം. ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദെൻ അതൊരു നോവൽ പോലെ നിങ്ങൾ വായിച്ച് വെറുതെ വിടുള്ളൂ. സോ ഇതാണ് ആറ്റോമിക് ഹാബിറ്റ്സിനെ പറ്റി പറയാനുള്ളത്. ആൻഡ് ഇതുപോലത്തുള്ള നല്ല വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ എപ്പോഴും പറയണ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞതിൽ വല്ല മിസ്റ്റേക്കോ അല്ലെങ്കിൽ തെറ്റോ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് റോങ് ആയിട്ട് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദെൻ കമൻറ്റ് ബോക്സ് ഉണ്ട്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഡിസ്ലൈക്ക് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, അപ്പം ഞാൻ ഔട്ട്രോ അധികം വലിച്ച് നീട്ടുന്നില്ല. ഓൾറെഡി ഭയങ്കര ചൂടായിട്ട് വേറെ തുടങ്ങി. ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.